ഇവിടെ വേലി കെട്ടിയാൽ മറ്റേത് സ്ഥലത്തോട്ടാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ കേരളത്തിലെ വനഭൂമി ആകെയും അതിൽ കെട്ടി തടയാൻ പറ്റില്ല. അപ്പം അതൊരു പ്രായോഗികമായ പ്രശ്നമാണ്. അങ്ങനെ വെട്ടിയാൽ നമുക്ക് വയനാട് ജില്ല അടച്ചു കെട്ടേണ്ടി വരും. ഉൾവനങ്ങളിലൂടെ വനത്തിലൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മൾക്ക് ഫുള്ളായിട്ട് കെട്ടി തീർക്കുക എന്നതല്ല. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ വംശവർദ്ധന തടയുന്നതിനാവശ്യമായ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്. ദൗർഭാഗ്യവശാൽ അതിനെപ്പറ്റി ആരും സംസാരിക്കാതെ വനംവകുപ്പിന് കേരള ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. ഞങ്ങൾ ഈ പ്രശ്നം കഴിയാവുന്നത്ര വിധത്തിൽ കേന്ദ്ര ഭരണാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യമാകുന്നില്ല. കഴിഞ്ഞ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ യോഗത്തിൽ പോലും നമ്മുടെ പ്രതിനിധികൾ ഇത്തരം ആവശ്യം ഉന്നയിക്കേണ്ടായി. അപ്പോൾ അവർ നമ്മളീ പറയുന്നൊരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത്ര ഒരു ഗൗരവത്തിലും അവരതിനെ കണ്ടിട്ടില്ല. ഇവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, വിമർശിക്കുന്നു. അപ്പോൾ വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് അസ്വസ്ഥരാകുകയല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തൽക്കാലം ഒരു നടപടി സ്വീകരിക്കാനുള്ള താൽക്കാലിക അനുവാദമെങ്കിലും കിട്ടണം. അപ്പോൾ 28-ാം തീയതി രാവിലെ അഡ്വക്കേറ്റ് ജനറലുമായി ഈ നിയമപരമായി ഇനി കോടതിയെ സമീപിക്കാൻ വല്ല സാധ്യതയുണ്ടോ? കാരണം നമ്മൾ കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാമോ എന്നൊരു വിഷയത്തിന് നാളെ 28-ാം തീയതി രാവിലെ എറണാകുളത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നിയമപരമായ വഴികളും എല്ലാം അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ബില്ലായതുകൊണ്ട് ആ ബില്ലിൽ ഭേദഗതി വരുത്താൻ എന്തെങ്കിലും വഴി ഇല്ല എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാലും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നിയമം മാറ്റാൻ കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആവർത്തിച്ചവരോടൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. എന്താണ് നിയമവഴി? ഈ കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണോ ഈ തുടർച്ചയായിട്ട് ഈ കേരളത്തിൻ്റെ ആവശ്യം? അല്ല, അവർക്കതിൻ്റെ ഗൗരവം ഇല്ലയെന്നത്. ഞാൻ രാഷ്ട്രീയം കളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയം ചേർക്കുന്നില്ല. കാരണം ഇത് ജനങ്ങളുടെ ആകെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ബിഷപ്പുമാരുടെ പ്രധാനപ്പെട്ട ചിലരൊക്കെ കണ്ടു. അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾ യോജിച്ച് ഇതിനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുന്നവരും ഏകപക്ഷീയമായ ഒരു സമരം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഇത് പരിഹരിക്കാൻ കഴിയും. ഇത് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ഇന്നത്തെ നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തി സംസ്ഥാനങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത്തരം ആവശ്യങ്ങളെ നേരിടാൻ പറ്റിയ വിധത്തിൽ അധികാരം നൽകുന്ന ഒരു ഉത്തരവെങ്കിലും ഉണ്ടായാലേ പറ്റുള്ളൂ. ഓർഡിനൻസ് വേണമെന്നാണോ? എന്നല്ല, ഒരു ഉത്തരവുണ്ടായാലും മതി. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അവർക്ക് പ്രവർത്തിക്കാം. അവരുമായി ബന്ധപ്പെട്ട് 75 കോടിയോളം രൂപ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഫലപ്രദമാവുന്നില്ല എന്നാണ് ഇപ്പം നമുക്ക്. അല്ല, ഫെൻസിങ് കെട്ടിയത് ചില സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ആ ഫെൻസിങ് താർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തായാലും പറഞ്ഞത് കടം കെട്ടണം, മതിൽ കെട്ടണം, പിന്നെ ഫെൻസിങ് വേണം, പിന്നെ റെയിൽ ഫെൻസിങ് വേണം. അതെല്ലാം ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ അത് മറികടക്കുകയാണ്. അപ്പോൾ വന്യമൃഗങ്ങളുടെ മറികടക്കാനുള്ള ശേഷിയെ നിയന്ത്രിക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ അത് പരാജയപ്പെട്ടപ്പോൾ അത് കുറേ ദൂരത്ത് അത് ചെയ്തു. പിന്നെയാണ് ഇപ്പം നമ്മൾ ഹാങ്ങിങ് ഫെൻസിങ് ഒരു പ്രായോഗികമായി കണ്ടെത്തിയില്ല. ഇതുവരെ അങ്ങനെയുള്ള സ്ഥലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വ്യാപകമാക്കുക. അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 6200-ലധികം കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം നമ്മൾ വനാതിർത്തിയായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ 1/3 ഭാഗം നമ്മൾ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പല വിധമുണ്ട്. ആനമതിൽ, ഫെൻസിങ്, റെയിൽവേ ഫെൻസിങ്, ഹാങ്ങിങ് സോളാർ ഫെൻസിങ് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ വെച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതും അവർ കേടുവരുത്തി. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതല്ലേ, ഒരു മരം തട്ടിയിട്ട് ആ ഫെൻസിങ് തകർത്ത് അതിൻ്റെ വരും. അപ്പം മൃഗങ്ങളുടെ അതിജീവന ശേഷി എത്രത്തോളമാണ് എന്ന് നമുക്ക് അപ്പോൾ അത് പക്ഷേ നമ്മൾ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിന് ഇപ്പോഴുള്ള അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി അധികാരം ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരു പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരല്ല, പ്രശ്നങ്ങളുണ്ടായാൽ അവരവിടെ വിവരം പറഞ്ഞാൽ അവർ ഓടിയെത്തുകയും ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുന്ന വലിയൊരു സ്വഭാവമാറ്റത്തിലേക്ക് വനംവകുപ്പിലെ വാച്ചർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ടെന്ന ഗുണപരമായ പാഠവും കൂടി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും.